തിരുവനന്തപുരം നഗരൂരിൽ 79 വയസ്സുകാരിയുടെ തിരോധാനത്തിൽ അന്വേഷണം വഴിമുട്ടുന്നു. SHO ഉൾപ്പെടെ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്ന 2 ഉദ്യോഗസ്ഥർ സ്ഥലം മാറിപ്പോയതോടെ അന്വേഷണം നിലച്ച അവസ്ഥയിലാണ്. 79-കാരിയായ ഭാരതിയുടെ തിരോധാനം നടന്നിട്ട് ഇന്ന് 1 മാസവും 11 ദിവസവുമാകുന്നു. എന്നാൽ ഭാരതി എവിടെയെന്ന ചോദ്യത്തിന് മാത്രം ഉത്തരമില്ല. കുടുംബം നഗരൂർ പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെ നഗരൂർ SHO ഉൾപ്പെടെ 3 അംഗ സംഘത്തെ അന്വേഷണത്തിനായി നിയോഗിച്ചിരുന്നു. എന്നാൽ SHOയും സംഘത്തിലെ ഒരു വനിതാ CPOയും സ്ഥലം മാറിപ്പോയതോടെ അന്വേഷണം വഴിമുട്ടിയ സ്ഥിതിയാണ്. ഇതോടെയാണ് പോലീസ് അന്വേഷണം ഊർജിതമല്ല എന്ന ആരോപണം വീണ്ടും ഉയരുന്നത്. അപ്പോൾ 1 മാസമായിട്ട് അവരെ കാണുന്നില്ല. ഇപ്പോൾ അന്വേഷണം ഒരു ഊർജിതമല്ലാത്തൊരു രീതിയിൽ പോവുകയാണ്. കാര്യം നമ്മുടെ നഗരൂർ SHO അദ്ദേഹം ആറ്റിങ്ങിലേക്ക് ട്രാൻസ്ഫറായി, അദ്ദേഹത്തിന് പ്രൊമോഷനായി ട്രാൻസ്ഫറായി. ഇനിയിപ്പോൾ ഇന്നലെ തന്നെ നമ്മുടെ ഇപ്പോൾ അവിടെ ഉള്ള SHOയോട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരത് ഊർജിതമാക്കും എന്നാണ് ഒരു ധാരണയുള്ളത്. ആൽത്തറമൂട് തണ്ടിക്കോണ സ്വദേശിനി ഭാരതിയെ ഏപ്രിൽ 28-നാണ് ബന്ധുവീട്ടിൽ നിന്നും കാണാതായത്. കഴിഞ്ഞ 2 വർഷമായി ബന്ധുവീട്ടിൽ താമസിക്കുന്ന ഭാരതി വീട്ടിലേക്ക് സാധനം വാങ്ങി വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുകയും പിന്നീട് തിരികെ വന്നില്ലെന്നും പരാതിയിൽ പറയുന്നു. എന്നാൽ ഭാരതിയുടെ തിരോധാനത്തിന് പിന്നിൽ ഇതേ ബന്ധുവാണെന്നും ഇവർ ഭാരതിയുടെ സ്വർണവും പണവും അടക്കം കൈക്കലാക്കിയെന്ന ആരോപണവും മക്കൾ ഉന്നയിക്കുന്നുണ്ട്. നഗരൂർ പോലീസ് ഇരുട്ടിൽ തപ്പുമ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണം ഏറ്റെടുക്കണമെന്ന ആവശ്യമാണ് കുടുംബം ഉയർത്തുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.